ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ, ഇത് അടിപൊളി ഒരു വീട് വന്നിരിക്കുന്നു. 2700 സ്ക്വയർ ഫീറ്റും 6 ബെഡ്റൂമോട് കൂടിയ മനോഹരമായിട്ടുള്ള വീട്. നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിലാണ്. നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, മുഴുവനായി കണ്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. വീഡിയോയിലോട്ട് പോകാം സുഹൃത്തുക്കളെ. കയറിയതും സിറ്റ് ഔട്ട്. ഇത് അപ്പുറത്തൊരു വീട് പണിയുണ്ട്, അവരുടെ സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് കയറി സിറ്റ് ഔട്ടും കാർ പാർക്കിങ്ങും മുറ്റം ഉമ്മർത്തും നല്ല കൃഷി സ്ഥലമാണ്. കയറിയത് മനോഹരമായിട്ടുള്ള ഹാള്. എത്ര വലിയ ഹാളാണ് നോക്കൂ, ഇത്രയും വലിയ ഹാളാണ്. അതിനോട് ചേർന്നിട്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം ഒരു പോർഷനിൽ. അത് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഇത് തൽക്കാലം അവരിട്ടാണ്. കയറിയത് നമ്മൾ കിച്ചണിലോട്ട് പോകാം. കിച്ചൺ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സാധാരണ ലെവലിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഫർണിച്ചർ വർക്ക് അങ്ങനെ ഒരു മീഡിയം ലെവലിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അത്രയും കാശ് ചിലവാക്കേണ്ടവരുണ്ട്, ബാക്കിയുള്ളതെല്ലാം പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൻ്റെ അവിടെ ഇനി ഒരു പുകയടുപ്പ് ആണെങ്കിൽ ആ മേലത്ത് സെറ്റ് ചെയ്യാം. അതിൻ്റെ അവിടെ ഒരു ഹാളായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂം കൂടിയുണ്ട്. അപ്പോൾ കയറിയതും കിച്ചൺ കണ്ടു, ഒരു ഹാള് കണ്ടു, വർക്ക് ഏരിയ കണ്ടു. നേരെ വീണ്ടും ഹാളിൽ കിച്ചൺ തന്നെയാണ്. അടുത്ത് നമ്മൾ വീണ്ടും ഹാളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടതുവശത്ത് കാണുന്ന ബെഡ്റൂം, ഈ ലൈനിൽ തന്നെ 3 ബെഡ്റൂം. നമ്മളതിൽ സെൻട്രൽ ബെഡ്റൂമിലാണ് കയറുന്നത്. സെൻട്രൽ ബെഡ്റൂമിൽ നല്ല വലുപ്പമുള്ള സെൻട്രലിലുള്ള ബെഡ്റൂം, അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയുണ്ട്. ഈ ബാത്റൂം നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. നല്ല വിസ്തീർണമായിട്ടുള്ള ഒരു ബാത്റൂം, ചെറിയ ബാത്റൂമല്ല, നല്ല വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാൻ നമ്മൾക്ക് വീണ്ടും ഹാളിലേക്ക് ഇറങ്ങി ഇടതുവശത്ത് സ്റ്റെയർ കേസിനോട് നേരെ ഓപ്പോസിറ്റ് നല്ലൊരു ബെഡ്റൂം കൂടി വന്നിരിക്കുന്നു. ഇതൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിലൂടെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇതിനകത്തുണ്ട്. ഉള്ളിലോട്ട് പോകാൻ നമ്മൾക്ക് ഇതിനകത്തും അതേപോലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബാത്റൂം 2 ബെഡ്റൂം നമ്മൾ കണ്ടു. മനോഹരമായി ചെയ്തിട്ടുണ്ട്. ബാത്റൂമെല്ലാം വർക്കെല്ലാം സൂപ്പർ ചെങ്കല്ലിലാണ്. അടുത്തത് ഇനിയൊരു ബെഡ്റൂം. ഇതേ ലൈനിൽ തന്നെ മൊത്തം 3 ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് 2 വഴിയുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയതും അവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ഹാളിലേക്ക് കയറാണ്ട് ഈ ബെഡ്റൂമിലേക്ക് തന്നെ തനി മാറ്റാം. അപ്പോൾ പേഴ്സണലായിട്ട് ആ ഒരു ബെഡ്റൂം ഒരാൾക്ക് വെക്കണമെങ്കിൽ അതും അങ്ങനെ ചെയ്യാം. ഇത് അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിൽ പണി ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമായി. ഹാളിൽ ഈ കയറിയതും ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം 4ാമത്തെയാണ്. 4ാമത്തെ മാത്രമാണ് ബാത്റൂം ഇല്ലാത്തത്. അതിനുമാണ് ഒരു ബാത്റൂം കുറവ്. അത് ഹാളിൽ നമ്മുടെ സ്റ്റോർ റൂമിനോട് ചേർന്നിട്ട് ഒരു ബാത്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആണ്. ഇതൊരു സാധാ ബെഡ്റൂമാണ്, വലിപ്പം ഒരുപാടില്ലാത്തതാണ്. ഇനി നമ്മൾക്ക് സ്റ്റെയറിലേക്ക് മേപ്പെട്ടോട്ട് പോകാം. നേരെ സ്റ്റെയർ കേസ് കയറി വളരെ മനോഹരമായ സ്റ്റെയർ കേസും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് 2700 സ്ക്വയർ ഫീറ്റും 10 സെൻറ്റ് ലാൻഡുമാണോ ഇതിനകത്തുള്ളത് കേട്ടോ. ഇത് വമ്പൻ ഗംഭീരമായിട്ട് 2ാമത്തെ ഹാളും കൂടി വന്നിരിക്കുന്നു. നോക്കൂ എത്ര വലിപ്പമാണ് ഹാള്, നോക്കിക്കോളൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഹാളിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ ഹാള്. ഈ ഹാളിലും വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്താണ് ഈ മേലെയാണ് 2 ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല മനോഹരമായിട്ട് ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം നമ്മൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ മേലെ 2 ബെഡ്റൂമുണ്ട്, 2 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. മനോഹരമായിട്ടുള്ള ഹാള് ഉൾപ്പെടെ എത്ര ഗംഭീരമായിട്ടുള്ള ഹാളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഹാള് വലിപ്പം ഇല്ല. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ തിയേറ്റർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. 2ാമത്തെ ബെഡ്റൂം അതേ ലൈനിൽ തന്നെ 2ാമത്തെ ബെഡ്റൂമും കൂടിയുണ്ട്. ഇതൊരു സാധാ ബെഡ്റൂം തന്നെയാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ.
അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായ വീഡിയോ കണ്ടിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു വീട് ഇതിനു മുമ്പ് ഈ 6 ബെഡ്റൂമോടെ കൂടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 6 ബെഡ്റൂമോടെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കൾ. ഇത് ആലത്തൂർ ബേസ് ചെയ്തിട്ടാണ്. ആലത്തൂർ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്ററേ ഉള്ളൂ. മലമലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഈ സൈഡിലേക്ക് 600 മീറ്റർ. ഹൈവേയിലേക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നല്ല വ്യൂ ഉണ്ട്. വ്യൂ കാണാം നിങ്ങൾക്ക്. ശരിക്കും ഇവിടെ നിന്ന് ഹൈവേ നമ്മൾക്ക് മനോഹരമായി വണ്ടി പോകുന്നതും വരുന്നതും എല്ലാം കാണാൻ പറ്റുന്നതാണ്. മേലത്തെ സിറ്റ് ഔട്ടാണ്. മേലത്തെ 2 പോർഷനായിട്ട് സിറ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ബാൽക്കണിയിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഹൈവേ പോകുന്നതാണ്. ഹൈവേ വളവിടിന് ഇപ്പുറം കണ്ടോ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അടുത്താണ്. ഹൈവേ എന്ന് ശരിക്കും നടന്നു വരേണ്ട ദൂരമേ ഇതിലുള്ളൂ. ഇതിനപ്പുറത്തൂടെ റോഡ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള റോഡാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഹൈവേ ആണ് കാണുന്നത്. അപ്പുറത്ത് കാണുന്നത് വീഴുമല വ്യൂ കിട്ടുന്ന ആ ഏരിയയാണ്. നല്ല വീടുകളുള്ള ഏരിയയിലാണ്. ഇതിൻ്റെ വില പറയുന്നത് ലാസ്റ്റ് 85 ലക്ഷം രൂപ പറയുന്നുണ്ട്. ഇനി അത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റാൻ നമ്മൾക്ക് ടൈം മേടിക്കാം. വീട് 10 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റ്, 6 ബെഡ്റൂം, 5 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ റൂം. ഇനി അപ്പുറത്തൊരു പോർഷൻ മറ്റേ ഹാളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനൊന്നും ചെയ്തിട്ടില്ല. അവരവിടെ അപ്പുറത്തെ വീട് പണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് വേണ്ട വർക്കുകൾ അവിടെ നടത്തുന്നുണ്ട്. ഇതിൽ ഫുൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾക്കിനി എടുത്തു കഴിഞ്ഞാൽ ഒരു പണിയില്ല. ഒരു പെയിൻറ്റും കൂടി അടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി തന്നെ പെയിൻറ്റ് അറേഞ്ച് ചെയ്ത് നമ്മൾ വന്ന് വില സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ ഒരു പെയിൻറ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെയിൻറ്റ് അടിച്ച് തരാൻ പറയുകയാണെങ്കിൽ അടിക്കുക. അല്ലെങ്കിൽ നമ്മളെടുത്തിട്ട് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ അടിക്കാം. ആലത്തൂർ മലമലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഈ സൈഡിലേക്ക് വെറും 600 മീറ്റർ ദൂരമേ ഉള്ളൂ. ടൗണിൽ നിന്നിലേക്ക് പോവുകയാണെങ്കിൽ 1.5 കിലോമീറ്ററാണ് ആലത്തൂർ ടൗണിലുള്ളത്. തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 85 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇതിൽ നല്ലൊരു വീട് കിട്ടാനില്ല സുഹൃത്തുക്കളെ. എസ് എ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും.